ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം ഇതിപ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. എവിടേക്കാണെന്ന് ചോദിച്ചാൽ നമ്മളെ വീട് പണി എന്തായി എന്ന് എല്ലാവരും ചോദിക്കൂലേ. അന്നേരം എല്ലാവർക്കും ഞാൻ പറയണ വിവരമല്ല അറിയുള്ളൂ. അന്നേരം ഇന്ന് കാണിച്ചു തരാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അന്നേരം ഞങ്ങൾ 4 പേരും കൂടി കേട്ടോ ബൈക്കിൽ പോകുന്നത്. വൈകുന്നേരം ചക്കര സ്കൂളിൽ പോയി ചായ കുടിയും കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ പൊന്നൂസ് വന്നിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് SPCൻ്റെ ക്ലാസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ 4 പേരും കൂടി ബൈക്കിൽ പോകുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് 4 പേരും കൂടെ പോകുന്നതുകൊണ്ട് നമ്മൾ ഫോൺ വിട്ടുപോയാൽ താഴെ പോകില്ലേ. ശ്യാമേട്ടൻ ചില സമയം ഒരു പരിപാടി ഉണ്ട്, ഒറ്റ വിടലും കിട്ടളയും. അതെനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അന്നേരം എല്ലാവരും ചോദിക്കുമ്പോൾ ഇത് കാട് പോലെ ഉണ്ടല്ലോ, കാട് പ്രദേശമാണെന്നോ. അല്ലാട്ടോ, അത് മൊത്തം നമ്മളത് ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തം എസ്റ്റേറ്റ് ഏരിയ ആണ് കേട്ടോ. ഈ ഒരു ഏരിയ മുഴുവൻ എസ്റ്റേറ്റ് ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ മോൾ ഭാഗം ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ സർക്കാരിൻ്റെ മിച്ചഭൂമിയാണ്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഭൂമി കയ്യേറി പിടിച്ചിട്ടുണ്ട്. ST വിഭാഗത്തിൽപ്പെട്ട ട്രൈബലിൻ്റെ ആൾക്കാർ കയ്യേറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഏക്കർ കണക്കിനാണ് അവർക്ക് അവിടെ ഉള്ളത്. അവിടെ സ്ഥലം ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ അവിടെ. അവർക്ക് വീടും വെള്ളവും കറണ്ടും ഒക്കെ ആയിട്ടുണ്ട്. ഇതിൽ മുന്നേ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വഴി നമ്മൾ ആ കയറ്റം ഇങ്ങ് കയറി വന്ന് പിന്നെ ഈ ഒരു ഇറക്കം അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടോ. ഈ ഒരു ഇറക്കം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് വരെ വണ്ടി പോകും കേട്ടോ. വീടിൻ്റെ മുറ്റം വരെ വണ്ടി പോകും. ഏത് വണ്ടിയും പോകും നമ്മളെ വീടിൻ്റെ മുറ്റം വരെ. അത് ഇപ്പുറത്ത് കൂടെ നമുക്ക് വഴി ഒന്ന് കറക്റ്റാക്കി എടുക്കാനുണ്ട്. അപ്പുറത്ത് മണ്ണ് തട്ടിയിട്ടല്ലേ ഉള്ളൂ, ഒന്ന് ലെവലാക്കിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതൊന്ന് ലെവലാക്കി ഇടണം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. വലിയ വലിയ വീടുകളുണ്ട്. ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് കുറേ ആയില്ല. അവിടെ ഒരു വീട് പുതിയത് പണിതൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. ഇപ്പോഴാണ് കാണുന്നത്. അതിൽ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. അന്നേരം നമ്മൾ ഏകദേശം നമ്മളെ സ്ഥലത്ത് എത്തിപ്പോയി കേട്ടോ. നമ്മളെ സ്ഥലം എത്തിപ്പോയി. അതായത് കണ്ടവരുണ്ടാവും ഇഷ്ടംപോലെ. ഈ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോസിൽ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ. അതായത് നമ്മൾ മുകളിൽ വണ്ടിയൊക്കെ നിർത്തി താഴേക്ക് ഇറങ്ങി കേട്ടോ. അത് നമ്മൾ മണ്ണ് അവിടെ തട്ടിയതായിരുന്നു. അതിന് വലിച്ച് ലെവലാക്കി ഇടാനൊക്കെ ഉണ്ട്. അതായത് ഇവിടെ കുറച്ച് കാട് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു മുട്ടപ്പായിട്ടുണ്ടായിരുന്നു കാട്. അതായത് ശ്യാമേട്ടൻ മിഷ്യൻ കൊണ്ട് വെച്ച് ആളെ വെച്ച് വെട്ടിച്ചാണ് കേട്ടോ. ഇത്രയും കാട് വൃത്തിയാക്കിയപ്പോഴത്തേക്ക് 1000 രൂപ കേട്ടോ. ഒരു മണിക്കൂറിന് 350 രൂപ അങ്ങാണ്ടാണ് കേട്ടോ മേടിക്കണത്. പക്ഷെ എന്ന് വെച്ചാൽ മൊത്തം മുള്ളായിരുന്നു. ആ മുള്ള് നമ്മൾ വെട്ടുകയാണെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. അവർ വെട്ടി നല്ല വൃത്തിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് വിറകുകൾ കിടക്കുന്നുണ്ട് കണ്ടത്. അന്നേരം ശ്യാമേട്ടൻ പറഞ്ഞു നമുക്ക് എന്തായാലും അതിങ്ങ് എടുക്കാം, എന്തായാലും വിറകില്ലാതിരിക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയതാണ് കേട്ടോ. അന്നേരം ഞങ്ങളെ വീടിൻ്റെ ഞങ്ങൾ പരിചയം കാണിച്ചു തരാം. അന്നേരം ഇതാണ് ഫ്രണ്ട് വരുന്നത്, ഇവിടെയാണ് കേട്ടോ. ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ഇവിടെ ഇങ്ങനെ നമ്മൾ കമ്പി ഇട്ടിട്ടുണ്ട്. ഒരു സിറ്റ് ഔട്ട് കൂട്ടിയെടുക്കാൻ വേണ്ടി കമ്പി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇവിടെ ഒരു ചെറിയ സിറ്റ് ഔട്ട് ഉണ്ട്. അതിൻ്റെ പുറമെ നമ്മൾ ഇങ്ങോട്ടേക്കും കൂടെ കുറച്ച് കൂട്ടിയെടുക്കണം. അതിന് വേണ്ടി അവിടെ കമ്പി ഇട്ട് വെച്ചിട്ടുണ്ട്. വാർപ്പ സമയത്ത് വാർക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അന്നേരം ഇവിടെ ഇങ്ങനെ കാല് കൊടുക്കാൻ എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ട് മൂപ്പർക്ക്. ഒരു വീടിൻ്റെ പ്ലാൻ ഉണ്ട്. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ സിറ്റ് ഔട്ട് ഉണ്ട്. ഇവിടെ ഒരു ഹാളുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് ടോയ്ലറ്റ് ഭാഗമാണ് വരുന്നത്. പിന്നെ ഇവിടെ 2 ബെഡ്റൂം ഉണ്ട് കേട്ടോ. അങ്ങനെ 3 ബെഡ്റൂമും ഒരു ഹാളും ഒരു ബാത്റൂമും ഒരു സിറ്റ് ഔട്ടും, അങ്ങനെയാണ് നമ്മളെ വീട് വരുന്നത്. ഇതാണ് അടുക്കളേൻ്റെ ഏരിയ ആണ് കേട്ടോ. അടുക്കളേൻ്റെ ഏരിയ നമ്മൾ ഇതിൽ കെട്ടിയിട്ടില്ല. അടുക്കളക്കുള്ളത് കമ്പി അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അടിത്തറ കരിങ്കല്ല് വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ 2 വരി ചെത്തുകല്ല്, നമ്മുടെ നാട്ടിൽ ചെത്തുകല്ല് എന്ന് പറയും, അത് വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അതായത് നമുക്ക് അടുത്ത ഘട്ടം പൈസ സർക്കാരിന് തരിക. അതായത് അത് നമ്മൾ ചെയ്യാൻ ഇതിൻ്റെ ഉള്ളിൽ മണ്ണിടാണ്ട് ഇവിടെ ഈ ഫ്രണ്ടിൽ കാണാത്തുണ്ടല്ലോ, അവിടെ ഒരു വലിയ മരം മുറിച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ കിടന്ന് മുഴുവൻ ചെതലെടുത്ത് പോയിട്ട് നമുക്ക് കൊണ്ടാകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്നേരം ആ തിണ്ട് മൊത്തം JCB കൊണ്ടുവന്ന് മാന്തി ആ മണ്ണ് നമ്മളെ തറയിലേക്ക് തട്ടണം. അതിന് ഏകദേശം ഒരു 10,000 രൂപേൻ്റെ അടുത്ത് ആവും എന്ന് പറഞ്ഞുകൊണ്ടാണ് അതങ്ങനെ നിൽക്കുവാണ് കേട്ടോ. പൈസ കറക്റ്റ് ആയിട്ടില്ല. അതവിടെ വെയിറ്റിങ്ങിൽ കിടക്കുവാണ്. അന്നേരം ഈ ടാങ്ക് നമുക്കവിടെ ജലനിധിൻ്റെ വെള്ളം വരുന്നുണ്ട്. അന്നേരം അതവിടെ ശ്യാമേട്ടൻ അന്ന് വീട് പണിയുടെ സമയത്ത് പിടിച്ചു വെച്ച വെള്ളമാണ് കേട്ടോ. അന്നേരം ചക്കര അതെടുത്തിട്ട് കുരുമുളകിൻ്റെ കുറച്ച് തൈകളുണ്ട് കുറച്ച് മരത്തിൽ, അതിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് കുറച്ച് വിറകുകളുള്ളത് ഞാൻ വാരി ഇടുകയാണ് കേട്ടോ. കുഞ്ഞാപ്പുക്കുട്ടി അതിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അവളെ കാലിൽ മുള്ളൊക്കെ കുത്തി ആകെ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. ആൾക്ക് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ആ വെള്ളമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, എന്തോ നിധി കിട്ടിയോലായിരുന്നു. ഇതിവിടെ പ്ലാവിൻ്റെ മുകളിലുണ്ടായ സംഭവമാണ്. ഇത് ഇത്തിൽക്കണ്ണിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ മുകളിൽ ചെറിയ മുള്ളു പോലെ കാണുന്നുണ്ട്. മരവാഴേൻ്റെ പൂ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പൂ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത്തിൽക്കണ്ണിയാണോ? ഇത് ഇത്തിൽക്കണ്ണിയാണെന്നാണ് ചക്കര പറഞ്ഞത്. ഞങ്ങൾ പൊട്ടത്തിമാരാണോ? ആയിക്കോട്ടെ, ഞങ്ങൾ അറിയണ്ട, നമ്മൾ പൊട്ടത്തിമാരാണെന്നാണ് ഒരാൾ പറയുന്നത്. അന്നേരം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അന്നേരം ഞാൻ ചക്കരക്കാണ് അവർ കണ്ടിട്ടുണ്ടാവില്ല വെച്ചിട്ട് പറിച്ചു കൊടുത്താണ് കേട്ടോ. ഇലയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പൂ മാത്രമായിട്ടാണ് ഉണ്ടായിരുന്നത്. അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ ഇത് കുറച്ച് ചുള്ളി വിറകാണ് കേട്ടോ. ചുള്ളി വിറക് അതിൻ്റെ മുകളിൽ ചായച്ചെടീൻ്റെ ഒക്കെ കൊത്തിയിട്ടതും വെയിൽ കൊത്തിയതൊക്കെയാണ്. നമുക്ക് ഇതിൽ കൂടിയാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന വഴി നമുക്ക് ആക്കേണ്ടത് ഇതാണ്. JCB കൊണ്ടുവന്നിട്ട് ഈ മൊത്തം തിണ്ടും ഇടിച്ചവിടെ ഒരേ ലെവലാക്കും കേട്ടോ. അന്നേരം അവിടെ നിന്നാണ് നമുക്ക് താഴേക്ക് വണ്ടി വരാനുള്ള സൗകര്യം ചെയ്യേണ്ടത്.
പിന്നെ ഇവിടുന്നാണ് നമ്മൾ പൊടിയും കാര്യങ്ങളും മെറ്റലൊക്കെ മുകളിൽ താഴേക്ക് തട്ടുകയാണ് ചെയ്തത് കേട്ടോ. നമുക്ക് ഇവിടെയും വഴി ലെവലാക്കിയിട്ടില്ല, ഫ്രണ്ടിലും വഴി ലെവലാക്കിയില്ല. ആദ്യം ഞങ്ങൾ ഈ ബേക്ക് വശത്ത് കൂടിയായിരുന്നു വഴി പ്രതീക്ഷിച്ചത്. വീട് നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ടായിരുന്നു വിചാരിച്ചത്. ആ മണ്ണ് ഇട്ടിട്ടില്ലേ നമ്മൾ ഇറങ്ങി വന്ന വഴി, അവിടേക്കായിരുന്നു ഞങ്ങൾ ഫ്രണ്ട് വിചാരിച്ചത്. പിന്നെ വീടിൻ്റെ സ്ഥാനമൊക്കെ നോക്കി വന്നപ്പോൾ അങ്ങോട്ടേക്ക് അത് കന്നിമൂലയായിട്ടാണ് വരുന്നത്, അങ്ങോട്ടേക്ക് വീടിൻ്റെ ഫ്രണ്ട് വശം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്നേരം അതെന്തായാലും നടക്കില്ല. പിന്നെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടേക്കാണ് വീടിൻ്റെ ഫ്രണ്ട് വശം വരാനുള്ളൊരു ഇത് കാണുന്നുള്ളൂ. അന്നേരം അങ്ങോട്ടേക്കായിട്ട് ഇതായിരുന്നു വീടിൻ്റെ ഫ്രണ്ട് വശം. ഞങ്ങൾ ഉദ്ദേശിച്ച് വഴി ലെവലാക്കാൻ വേണ്ടി മണ്ണ് തട്ടിയതായിരുന്നു ഇവിടെ. പക്ഷെ അത് പറ്റാത്തതുകൊണ്ട് ഇനി ആ മണ്ണൊക്കെ ലെവലാക്കി അവിടെ ലെവലാക്കണം. അവിടെ കുറച്ച് കുഴി ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ലെവലാക്കണം. അന്നേരം ഇത് മരങ്ങളൊക്കെ അന്ന് വെട്ടിയിട്ടതാണ് കേട്ടോ. അന്നേരം ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, ചെറിയ കനുണ്ട് കേട്ടോ. ഇത് ചിലതൊന്നും നല്ല വാട്ട, ഇതിപ്പോൾ ഇടക്കാറ്റ് ചാമാട്ടെ വെട്ടിയിട്ടത് എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാര്യം ഇതൊന്നും അത്ര ഉണങ്ങിയിട്ടുണ്ടായില്ല, എന്നാലും അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ചാമാട്ടം കൊത്തിയിടുന്നൊക്കെ എടുത്തിട്ട് മേലെ കൊണ്ടേ ഇടുന്നുണ്ട്. മേലെ കൊണ്ടേ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വന്ന് അതിലേക്ക് കയറ്റിക്കൊണ്ടാകും. ഇപ്പോൾ വണ്ടി താഴേക്ക് ഇറങ്ങിയില്ല, അവിടെ ഒന്ന് ലെവലാക്കി കൊടുത്താൽ മാത്രമേ വണ്ടി താഴേക്ക് ഇറങ്ങുള്ളൂ. അതായത് ഇതിപ്പോൾ നമുക്ക് എത്ര സെൻറ്റ് സ്ഥലം ഉണ്ടോ ചോദിച്ചാൽ 11.5 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഉള്ളത്. 11.5 സെൻറ്റ് ഉണ്ട്. അതിൻ്റെ വഴി അവരവിടെ വിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഇപ്പോൾ അതിലെ വഴി പറ്റില്ല എന്ന് അവർക്ക് ഇപ്പുറത്ത് നമ്മളെ വീടിൻ്റെ മുൻവശം പറഞ്ഞില്ലേ, അവിടെ ഒരു വഴിയുണ്ട്, അവിടെ ഒരു ചെറിയൊരു വഴിയുണ്ട്, താഴേക്ക് ആൾക്കാർ ഇറങ്ങിപ്പോണൊരു വഴിയുണ്ട് കേട്ടോ. അന്നേരം ആ വഴി അവർക്ക് വീതി കൂട്ടി കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളടുത്ത് കുറച്ച് സ്ഥലം വിട്ടു കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അതിൻ്റെ തീരുമാനങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, എന്താണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കും ആ വഴി ആവശ്യം വരുന്നില്ല, നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വീടിന് വഴിയുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ ശ്യാമേട്ടനെ അറിയുള്ളൂ, വഴീൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. നമ്മളെ കുഞ്ഞാപ്പക്കുട്ടി ഇതെവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. ആളിതായി ആദ്യമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനും കയറാനൊക്കെ ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ കയറി നടന്നൊക്കെ കഴിഞ്ഞപ്പോൾ ആളങ്ങനെ കളിക്കുന്നുണ്ട്, ഞങ്ങളിങ്ങനെ ഓരോ പണിയെടുക്കുന്നുണ്ട്, ആളങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇലയോ പൂവും വെള്ളമൊക്കെ എടുത്ത് എന്തെല്ലോ കളിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ പൊന്നൂസ് സ്കൂൾ വിട്ട് വരുന്നതിന് മുന്നെയാണ് കേട്ടോ ഞങ്ങൾ ഈ പോക്ക് പോയത്. പൊന്നൂസ് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി വണ്ടി വന്ന് വിറക് എടുക്കാമെന്ന് വിചാരിച്ചു. അന്ന് രാത്രി നടന്നുമില്ല. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ എൻ്റെ വിറക് വീട്ടിലെത്തിച്ചത്. എല്ലാം മേലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ കുഞ്ഞു കെട്ടുകളാക്കി വെക്കുന്നുണ്ട്. ചായക്കുറ്റിയും ചെറിയ വിറകുകളൊക്കെയാണ് ഉള്ളത്. അന്നേരം ഇങ്ങനെ ചെറിയ കെട്ടാക്കി വെക്കുന്നത് ശ്യാമേട്ടൻ ഒറ്റയ്ക്ക് വേണ്ടേ വന്നിട്ട് വണ്ടിയിലേക്ക് കയറ്റാൻ. അന്നേരം ഇങ്ങനെ കെട്ടാക്കി വെക്കുകയാണെങ്കിൽ എടുത്ത് വെക്കാൻ എളുപ്പമുണ്ടല്ലോ. ഈ ചെറിയ പൊടി വിറകെല്ലാം വാരി ഇടണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടല്ലേ. നല്ല ഉണങ്ങിയതായിരുന്നു കേട്ടോ. ഒക്കെ ചെതൽ വന്നു എന്ന് പറഞ്ഞാൽ കുറേ വിറകുണ്ടായിരുന്നു, ഒക്കെ ചെതൽ വന്ന് പോയി. എന്നാലും നമുക്ക് കുറച്ച് നാൾ കത്തിക്കാനുള്ള വിറക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ 10,000 രൂപ വേണം ഇവിടെ ഒരു കുടിച്ച് വണ്ടിക്കൊക്കെ. അന്നേരം ഞങ്ങളതങ്ങനെ കെട്ടിയിടുകയാണ്. അന്നേരം ഞാൻ പിടിക്കാൻ എത്രയും നേരം ഞാൻ പിടിച്ചു കൊടുത്തു കയറി. അന്നേരം വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എന്നോട് ഞാൻ ഒറ്റയ്ക്ക് കെട്ടുക, ഞാൻ പിടിക്കേണ്ടെന്നായി. അന്നേരം ഞാൻ പറയും അച്ഛന് വീഡിയോ എടുക്കണം കണ്ടപ്പോൾ അച്ഛൻ ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കെട്ടിക്കാറ്റാണ് പറഞ്ഞിട്ട് ചക്കരേനോട് ഇങ്ങനെ വർത്താനം പറയുന്നു കേട്ടോ. അന്നേരം ഇതിൽ മേലെ ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് വെക്കണം. അന്നേരം അതൊക്കെ ഇങ്ങനെ ഓരോ കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട്. വീട് പണി എന്ന് തീരും, എങ്ങനെ തീരും എന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഈ ഒരു വർഷമെങ്കിലും ഞങ്ങൾക്ക് ഈ വീട് പണി തീർന്നില്ലെങ്കിൽ വീണ്ടും ഒരു പ്രളയത്തിന് ഞങ്ങളിങ്ങനെ വിഷമിച്ച് ഇരിക്കേണ്ട ഒരു അവസ്ഥയിലെത്തും ഞങ്ങൾ. അതാണ് ഞങ്ങളെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഒരു മഴക്കാലം കൂടെ എന്താവും ഏതാവും എന്നൊന്നും അറിയില്ല. ഇനി ഒരു മഴക്കാലം കൂടെ ഉറക്കമില്ലാത്തതും ടെൻഷനായതും കൂടി ആവുമോ എന്നും അറിയത്തില്ല കേട്ടോ. എന്താവും എന്നൊന്നും അറിയത്തില്ല. എത്രയും പെട്ടെന്ന് ഇതൊന്ന് മണ്ണിട്ട് തീർത്ത് നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയും അടുത്ത പണി നോക്കാം. ആ ഒരു പ്രതീക്ഷയിലൊക്കെ ഇരിക്കണം. എന്തായാലും അടുത്ത ആഴ്ചത്തോണ്ട് എങ്ങനെയും നോക്കണം, മണ്ണിടാനുള്ള പരിപാടികൾ ചെയ്യണം. എങ്കിലേ മാർച്ച് ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ എങ്ങനെയും വാർക്കെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്. നോക്കാം. അടുത്തേക്ക് ഞങ്ങൾ വിറകൊക്കെ ഏകദേശം മുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, എന്നാലും കുറച്ചൊക്കെ ഉള്ളൂ. പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. ഒരു കഷ്ണവും കൂടെ അവിടെ കിടക്കുന്നുണ്ട്. ശ്യാമേട്ടൻ പറഞ്ഞാൽ അതും കൂടെ ഞാൻ കൊത്തി നോക്കട്ടെ, മുറിയാണെങ്കിൽ നമുക്ക് അതുകൂടെ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ മല്ലിക്കെട്ടുണ്ട് കേട്ടോ. അതാണ് ഒരു പതുന്ന് പറഞ്ഞ് കളിക്കുക, ഒരു പൂതൽ പിടിച്ച പോലെ ഒരു കളി കേട്ടോ. എന്നാലും പൊട്ടിച്ചിട്ടാൽ കത്തിക്കാൻ പറ്റുകയാണെങ്കിൽ കത്തിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടേക്കാണ്. അന്നേരം നമ്മൾ വിറകിത് അതിന് കുറച്ച് കട്ട ഇവിടെ ബാലൻസ് ഉണ്ട്, നമ്മൾ ഇറക്കിയതിൻ്റെ അകത്ത് ബാക്കി. പിന്നെ നമ്മൾ അപ്പുറത്ത് 2 പ്ലാവ് ഉണ്ട് കേട്ടോ. ആ പ്ലാവിൽ ചക്ക ഉണ്ടോ നോക്കട്ടെ, ഒരു 2 വാഴയൊക്കെ നിൽക്കുന്നുണ്ട്, അതിൽ വാഴക്കോല എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ചക്കരയും കൂടെ അങ്ങോട്ട് ഇറങ്ങിയാണ്. അന്നേരം ഈ പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, വെയിലിൽ കൂടെ അതിങ്ങനെ പൂവുണ്ട് കേട്ടോ. ഈ വഴിയാണ് അവർ റോഡാക്കിയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചത്. അതൊക്കെ വെള്ളത്തിൻ്റെ പൈപ്പാണ് കേട്ടോ അതിലേ പോകുന്നത്, ജലനിധിൻ്റെ വെള്ളത്തിൻ്റെ തോന്നുന്നുണ്ട്. ആ ചക്ക അതിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇടിച്ചക്കയുടെ വലിപ്പമായിട്ടില്ല കേട്ടോ. ഈ ചക്ക എന്ന് പറഞ്ഞാൽ കുഴച്ചക്കയാണ്, വലിയ ചക്കയാണ് കേട്ടോ, വലിയ ചുളയാണ്. ഒരിക്കൽ നമ്മളിത് വെച്ചിട്ടുണ്ട്, ഈ ചക്ക കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വലിയ ചക്കയാണ് കേട്ടോ. ഇത് അനിയൻ്റെ അവർ അതിർത്തിയിൽ നിൽക്കണ പ്ലാവാണ് കേട്ടോ, ഞങ്ങളെ പ്ലാവല്ല. ഞങ്ങൾക്ക് ഒരു പ്ലാവേ 2 പ്ലാവ് ഉണ്ട്, അതിൽ ഒരെണ്ണം മുറിക്കണം, ഒരു പ്ലാവേ ഉണ്ടാവുള്ളൂ നമുക്ക്, പിന്നെ നട്ടുണ്ടാക്കണം. പിന്നെ ഇത് നമ്മളെ നാട്ടിൽ തൊപ്പിപ്പൂ എന്നൊക്കെ പറയട്ടെ. ഇതിൻ്റെ ചുവപ്പ്, മഞ്ഞ, തീ കളറ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ കളറുകൾ. നല്ല ഭംഗിയാണത് കാണാൻ.
അതിന് നോക്കുമ്പോൾ ചക്കയൊന്നും ആയിട്ടില്ല. അതൊക്കെ നോക്കി ഞങ്ങൾ മേലോട്ട് തന്നെ കയറി പോവാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഇടവഴി. ഈ ഇടവഴിക്കാണ് അവർ വഴി വലുതാക്കാൻ വേണ്ടി ചോദിച്ചത് കേട്ടോ. ഇത് നമ്മൾ എണ്ണ കാച്ചണ പോവാണ് കേട്ടോ. ചക്കരയാണ് ഇതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ നമ്മളെ നേരെ അതിൽ കാണുന്നത് അച്ഛൻ്റെയും അനിയൻ്റെയും സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഒന്നിച്ചാണ് മേടിച്ചത്. അവരെ സ്ഥലം അവരൊന്നും ചെയ്തിട്ടില്ല. അവിടെ ഇപ്പോൾ എൻ്റെ ഹൈറ്റിനാണ് 2 ആളെ ഹൈറ്റിനുള്ള കാട് അവിടെ വളർന്നിട്ടുണ്ട് കേട്ടോ. അടുത്തുള്ള വീട്ടിലെ ചേച്ചി വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ പന്നി വരുന്നുണ്ട്, ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ ഇങ്ങനെ പരാതി പറയുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു അവരോട് പറയാം, വെട്ടിക്കാൻ പറയാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ചേച്ചി പറഞ്ഞു അവിടെ 2 കൊലയുണ്ടെന്ന് പറഞ്ഞു, വാഴക്കൊല ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങളുണ്ടോ, അനക്കം മാത്രമേ കാണുള്ളൂ, എന്നെ കാണാൻ പറ്റത്തില്ല. നമുക്ക് ഒരു കൊല അപ്പാട് വിണ്ട് പൊട്ടിപ്പോയിട്ട് അതിൽ കുറച്ച് കായ്കളെ നല്ലത് കിട്ടിയിട്ടുള്ളൂ. കിളിയൊക്കെ കൊത്തി തിന്നിട്ടുണ്ട്. പിന്നെ ഒരു കൊല കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടോ. ആരോ ഇവിടെ വഴിയൊക്കെ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഒരു കൊല 2 കൊലയൊക്കെ കൊത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. 2 വാഴക്കൊല കിട്ടിയിട്ടുണ്ട്. അന്നേരം അതും എടുത്ത് 6:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 6:30 6:45 ആയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞങ്ങളെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീടും സ്ഥലമൊക്കെ ചോദിച്ച ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അന്നേരം എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. ഇതാണ് ഞങ്ങളെ നാടും വീടും ഞങ്ങളെ സ്വപ്നവും ഒക്കെ ഇതാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് ഞങ്ങളെ സ്വപ്നം സാക്ഷാത്കാരമാകാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, ബായ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.